എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ചിറക്കൽ ദേവീക്ഷേത്രം എന്ന ക്ഷേത്രത്തെക്കുറിച്ചാണ്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ പഞ്ചായത്തിൽ പാവുമ്പ വില്ലേജിൻ്റെ വടക്ക് ഭാഗത്തായി കാണപ്പെടുന്ന ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ക്ഷേത്രമാണ് ചിറക്കൽ ദേവീക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠയാണ്. അതിനോടൊപ്പം തന്നെ ധാരിക ശിലയിലാണ്, അതായത് തടിയുടെ ശിലയിൽ ആണ് വളരെ പ്രധാനമായിട്ടും ഇതിനെ പ്രതിഷ്ഠ കഴിച്ചിരിക്കുന്നതിന് മുൻവശത്ത് അർച്ചനാ വിഗ്രഹമായി കല്ലിൻ്റെ ശിലാ വിഗ്രഹം ഉണ്ട്. വടക്കോട്ടാണ് ഇതിൻ്റെ ദർശനം. ഇവിടെ ചാന്താട്ടം പോലെയുള്ള ശ്രേഷ്ഠമായ വിധികൾ നടക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഭഗവതി പണ്ട് കൊടുങ്ങല്ലൂർ ഇവിടെ പ്രതിഷ്ഠയാവുന്നതിന് മുമ്പ് പണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു, കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ. അപ്പം ദേവിക്ക് ഇരിക്കാനായിട്ടൊരു പൊൻകുരട്ടി കൊടുങ്ങല്ലൂരമ്മ കൊടുക്കും. ഇത് കണ്ടപ്പോൾ ദേവിക്കൊരു രീതി തോന്നി, ആ കുരണ്ടി എനിക്ക് വേണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഈ കുരണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടി ദേവി ചന്തയ്ക്ക് കുരണ്ടി ഒട്ടത്തക്ക രീതിയിലുള്ള അരക്ക് അല്ലെങ്കിൽ പെസ പുരട്ടിക്കൊണ്ട് അവിടെ ചെന്നിരിക്കുകയും കുരണ്ടിയിലിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരമ്മ അങ്ങോട്ടങ്ങാട്ട് മാറിയപ്പോൾ ദേവി ഈ കുരണ്ടിയും ഒട്ടിച്ചുകൊണ്ട് യാത്രയായി. ഭഗവതി കൊടുങ്ങല്ലൂരമ്മ ഭഗവതിയെ പിടിക്കാനായിട്ട് കൂടെ വന്നു. അപ്പോൾ കുരണ്ടി കൈ ചണ്ടിക്കുന്നിടത്ത് കൈ വെച്ചുകൊണ്ട് ഭഗവതി ഓടി പിടിക്കുമെന്നായപ്പോൾ ഇവിടെ ചിറക്കയുടെ ഈ ഭാഗത്തെത്തിയപ്പോൾ കൊടുങ്ങല്ലൂരമ്മ ദേവിയെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ ആ കുരണ്ടി എടുത്ത് ഈ ചിറയിലോട്ടിട്ടു. അന്ന് ഈ ചിറയുടെ പേര് പൊതുച്ചിറയെന്നായിരുന്നു. എല്ലാ ആൾക്കാർക്കും അന്ന് 57 ഏക്കറാണ് ഈ ചിറ. അത് പൊതുവെ ആൾക്കാർക്ക് പലർക്കും പല കടമുണ്ട്. അതുകൊണ്ട് ഈ ചിറയുടെ പേര് പൊതുച്ചിറയെന്നായിരുന്നു. പിന്നീട് അത് ലോപിച്ച് പുതുച്ചിറയാക്കി. എന്നിട്ട് ആ കുരണ്ടി അവിടെ ഭാഗത്തിൽ ചിറയിലിട്ടിട്ട് ദേവി ചിറക്കരയിൽ, ചിറയുടെ തെക്കേ കരയായ ചിറക്കരയിൽ വന്നിരുന്നു. നേരത്തെ പറഞ്ഞ ആ ചിറയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ വലിയ വിശാലമായൊരു ചിറയായിരുന്നു. പിൽക്കാലത്ത് അത് ചെറിയ സംവിധാനത്തിലേക്ക് മാറി. അതിൻ്റെ ചരിത്രം നമ്മൾ ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നുണ്ടാകും. അങ്ങനെ ദേവിയുടെ മുൻവശത്ത് തന്നെ വലിയൊരു ചിറ. പാവുമ്പ വടക്ക് ചിറക്കൽ ദേവീക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് വടക്കുവശത്ത് കാണുന്ന ചിറയും അതിനോടനുബന്ധിച്ച സ്ഥലവും സർക്കാരിൻ്റെ വകയായിരുന്നു. അത് ജനങ്ങൾ കൈയേറി കഴിഞ്ഞപ്പോൾ അന്നത്തെ സർക്കാർ അവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ഒരു ഏലാസമിതി ഉണ്ടായിരുന്നു. ആ ഏലാസമിതിയുടെ മെമ്മോറാണ്ടം കൊടുത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 3 ഏക്കർ സ്ഥലം ജലസംഭരണിയായിട്ട് കുഴിച്ച് 25 അടി താഴ്ചയിൽ ഇപ്പോഴും വെള്ളം സ്റ്റോക്കായി കിടപ്പുണ്ട്. ഏത് വേനൽക്കാലമായാലും ആ വെള്ളത്തിൻ്റെ അളവിന് കുറവുണ്ടാവില്ല. ഇവിടെ പല അനിഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയോ ചില സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ്. ആത്മഹത്യയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒരു കുളം വേണമെന്ന് അന്നത്തെ ഭരണസമിതിക്കാർ തീരുമാനിക്കുകയും അതോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കുവശത്ത് ഒരു കുളം ഉണ്ടാക്കുകയും ആ കുളം ക്ഷേത്രത്തിലെ മേൽശാന്തിക്കും തന്ത്രിക്കും ഒക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ കുളം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന കുളം ഇതിൻ്റെ മുൻവശത്തുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നല്ല പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിനുള്ളത്. നല്ല പച്ചപ്പ് നിറഞ്ഞ കാടുകളും ഒരു വലിയ പെരുമരം. ഇത്രയും വലിയ പെരുമരം ദൂരെയും ഇവിടെ കണ്ടിട്ടില്ലെന്ന്. പെരുമരം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വൃക്ഷമായി വളരുകയും ആവശ്യം വരുമ്പോൾ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നൊരു മരമാണ്. പക്ഷേ ഇതിവിടെ വളരെ വലിയൊരു പെരുമരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതൊരു പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായിട്ട്, അതായത് ഭഗവതി വടക്കോട്ടിരിക്കുന്നു, അതിന് താഴെ വലത് ഭാഗത്ത് താഴെയായിട്ട് ആദ്യത്തെ ഉപദേവത രക്തേശ്വരി, ഖണ്ഡാകർണൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉപദേവതകൾക്കിരിക്കാനായി പ്രത്യേക ഒരു സ്ഥാനം കെട്ടി തിരിച്ച് അതിൽ പീഠത്തിലായിട്ട് ഈ ഉപദേവതകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ശക്തിയാർന്നിട്ടുള്ള ഉപദേവതകളാണ് ഇതൊക്കെ. പാവുമ്പ വടക്ക് ചിറക്കൽ ദേവീക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ 6 കരയായിട്ട് തിരിച്ചിട്ടുണ്ട്.
അതായത് നമ്മുടെ തണ്ടത്ത് കോണ്, അതുപോലെ തന്നെ പന്ത്രണ്ടാം മുറി, തട്ടാരത്ത് കോണ്, അങ്ങനെ നെല്ലൂ കോണ്, അങ്ങനെ 6 കരയായിട്ടാണ് നമ്മുടെ ചിറക്കൽ ദേവീക്ഷേത്രത്തിൽ അമ്പലം ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അപ്പോൾ ഈ 6 കരയ്ക്കും അമ്പലമായിട്ട് നല്ല പ്രാതിനിധ്യമുണ്ട്. അപ്പം ഈ ഉത്സവമാണെങ്കിൽ പോലും ഈ 6 കരയായിട്ട് നല്ല വാശിയേറിയ ഒരു കെട്ടുത്സവ സമിതികൾ തന്നെ ഇപ്പോൾ ഉണ്ട്. അപ്പം ഒച്ചറ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അത്രയും ഒരു സംവിധാനത്തിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. കാരണം ഈ വർഷത്തെ ഉത്സവം, ഈ 2024 ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗംഭീര ഉത്സവം, കാരണം ഈ വടക്കൻ ദേശം കണ്ടതിൽ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ പല ഉപദേവതകളും ഇവിടെ പ്രതിഷ്ഠയായിട്ടുണ്ട്. കാവിൻ്റെ ഭാഗത്ത് ഒരു ദേവൻ്റെ പ്രതിഷ്ഠയുണ്ട്. സുന്ദരമായി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു നല്ല പച്ചപ്പും കാവും ഒക്കെ ആയിട്ട് ഇപ്പോഴും അത് നിലനിർത്തിയിരിക്കുന്നു. ആ കാവിനുള്ളിലാണ് നാഗരാജാവ്, നാഗേക്ഷി, ചിത്രകൂടം തുടങ്ങിയിട്ടുള്ള പ്രതിഷ്ഠകളുള്ളത്. അത് നമുക്ക് നല്ല ഗൃഹാതുരത്വം തോന്നുന്ന തരത്തിലാണ് ആ പ്രതിഷ്ഠ നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളെ പോലെ തന്നെ ആ കാവിൻ്റെ ഉള്ളിൽ ഭഗവാന്മാരിയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതേപോലെ തന്നെ മറ്റ് ഉപദേവതകളായിട്ട് യോഗീശ്വര സ്വാമി, അതിന് ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് മറുത എന്നൊരു ഉപദേവൻ, ഇങ്ങനെ പുറത്ത് വിവിധ തരത്തിലുള്ള ഉപദേവന്മാർ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്തിടുവാനും തോന്നുന്നതില്ല എനിക്ക്. രാമകൃഷ്ണന്മാർ ജഗദീശ്വരന്മാരാണ്. മാമനഗർഗന്ധരം എന്നോട് ബന്ധം ചൊല്ലി 10,000 ആനയ്ക്കുള്ള ശക്തി കൊണ്ടുവരും. അതിഭാവിയാങ്കൾ തന്നെയും ചാണവരാതി അതിവിക്രമന്മാരും മറ്റുള്ള ഓരോ സ്വരം വടക്കോട്ട് ദർശനമായിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കൽ ഭദ്രകാളി ക്ഷേത്രം. ദാരിക പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹം. ഇവിടെ പ്രധാന വഴിപാട് ചാന്താട്ടമാണ്. അതുപോലെ തന്നെ വർഷത്തിൽ മേടമാസത്തിലെ ഭരണി നാളിൽ നടത്തുന്ന മഹാഗുരുതി, രാത്രിയിൽ നടക്കുന്ന മഹാഗുരുതി വളരെ പ്രസിദ്ധമാണ്. പിന്നെ രക്തപുഷ്പാഞ്ജലി, അതുപോലുള്ള കടുംപായസം, അതുപോലുള്ള വഴിപാടുകളും ഇവിടെ പ്രധാനമാണ്. പിന്നെ ചാന്താട്ടത്തിന് വളരെ വിദൂരത്തു നിന്ന് പോലും ആളുകൾ വരുന്ന ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി നടത്തുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് ചാന്താട്ടം. ഈ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പോലെ തന്നെ വളരെ ശക്തിമത്തായിട്ടുള്ള ഒരു ദേവതയാണ് യക്ഷിയമ്മ. ആ യക്ഷിയമ്മ ഇവിടെ കാവലാളായി ഇരിക്കുന്നു എന്നാണ് എല്ലാവരുടെയും ഒരു സങ്കല്പം. തുടർന്ന് ഈ പുരാതനമായ ചിറക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്ന് വവ്വാക്കാവ് നിന്ന് കിഴക്കോട്ട് 11 കിലോമീറ്റർ പാവുമ്പ ക്ഷേത്രം കവർ ചെയ്ത് പാവുമ്പ ക്ഷേത്രത്തിൽ നിന്ന് പാലമൂട് ഷാപ്പുമുക്ക് വഴി ചിറക്കൽ ദേവീക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ പറ്റും. ഈ ക്ഷേത്രത്തിന് അകവശമാണിത്. ചുറ്റമ്പലത്തിനകം വിശാലമായിട്ടുള്ള സ്ഥലമാണ്. ഒരു ഉപദേവതകളൊന്നും അകത്തില്ലാത്തതുകൊണ്ട് തന്നെ വിശാലമായി നമുക്ക് തൊഴാൻ സാധിക്കും. നല്ല അന്തരീക്ഷമാണ്. ഇതുപോലെ ഈ ക്ഷേത്രത്തിന് 2 കവാടങ്ങളുണ്ട്. ആദ്യം നമ്മൾ കണ്ടത് കയറി വരുമ്പോൾ വടക്ക് ഭാഗത്തുള്ള കവാടമാണ്. ഇനി കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു കവാടം കൂടിയുണ്ട് പ്രധാനമായിട്ടും ആൾക്കാരെത്താൻ. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരോടും പങ്കുവെക്കണം. എല്ലാവരും ക്ഷേത്രത്തിലെത്തി ഭഗവതിയെ കണ്ട് ദർശനം നടത്തി സായുജ്യമാകണം. എല്ലാവർക്കും നമസ്കാരം.